ഇന്ന് ഈ രാത്രിയിൽ മലയാള സിനിമയെ തേടി അടുത്തൊരു വലിയൊരു ദുഃഖവാർത്ത എത്തിയിരിക്കുകയാണ്. നടൻ സലിം കുമാർ അന്തരിച്ചിരിക്കുകയാണ്. ഒരുപാട് സിനിമകളിലൂടെ മലയാളികളെ ചിരിപ്പിച്ചിട്ടുള്ള ഒരു ഹാസ്യ കലാകാരൻ എന്നതിലുപരി സ്വാഭാവിക നടൻ കൂടിയാണ് സലിം കുമാർ എന്ന് പറയാതിരിക്കാനായിട്ട് വയ്യ. ആദാമിന്റെ മകൻ അബു എന്ന സിനിമയിലൂടെ നാഷണൽ അവാർഡ് കൂടി സ്വന്തമാക്കിയ ആ ഹാസ്യ കലാകാരൻ ഇന്ന് ഈ ലോകത്തോട് വിടവാങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒരുപാട് നാളുകളായിട്ട് അവശനായ ഒരു സലിം കുമാറിനെയാണ് പൊതുവേദികളിലെല്ലാം തന്നെ നാം കാണുന്നതെങ്കിൽ പോലും ഈ 56-ാം വയസ്സിൽ ഇത്ര വേഗം അദ്ദേഹം വിടവാങ്ങുമെന്ന് തികച്ചും ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. തെങ്കാശിപ്പട്ടണം മീശമാധവൻ, ചതിക്കാത്ത ചന്തു, വൺ മാൻ ഷോ തുടങ്ങിയ മായാവി തുടങ്ങിയ ഒരുപാട് എണ്ണിയാൽ ഒടുങ്ങാത്ത സിനിമകളിലൂടെയാണ് അദ്ദേഹം മലയാളി സിനിമാ പ്രേമികളെ ചിരിപ്പിച്ചത്. അതോടൊപ്പം തന്നെ ചിന്തിപ്പിച്ച ക്യൂൻ പോലെയുള്ള സിനിമകളും നമ്മുടെ മനസ്സുകളിൽ എന്നും ഓർമ്മിക്കപ്പെടും. ഒരു കാര്യത്തിൽ സലിം കുമാറിന് ഇഷ്ടപ്പെട്ടവർക്ക് ആശ്വസിക്കാം. അദ്ദേഹം ഒരുപാട് നാളുകളായിട്ട് ആഗ്രഹിച്ച ഒന്നായിരുന്നു അദ്ദേഹത്തിന്റെ പാർട്ടി അധികാരത്തിൽ വരിക, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലത്തിലെ VD സതീശൻ എന്ന മുഖ്യമന്ത്രിയാകുക എന്നൊക്കെ. ആ ആഗ്രഹം അദ്ദേഹം സഫലീകരിച്ചാണ് ഇതിനോടകം തന്നെ വിടവാങ്ങുന്നത് എന്നതിൽ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവർക്കെല്ലാം തന്നെ ആശ്വസിക്കാം. ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ പറവൂരിലെ ഒരു പൊതുവേദിയിൽ ലാലേട്ടനും സലിം കുമാറും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ കൂടി നാം ഈ അടുത്ത കാലത്ത് കണ്ടതേ ഉള്ളൂ. ആകെ മൊത്തത്തിൽ ഒരു നിരാശ നൽകുന്ന വാർത്തയായി പോയത്. ഒരുപാട് ചിരിമുഹൂർത്തങ്ങൾ നൽകിയ സലിം കുമാറിന് ആദരാഞ്ജലികൾ.